അഡ്വക്കേറ്റ് അനിൽകുമാർ, രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാട് എന്നാണല്ലോ നേരത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പിൽ പറഞ്ഞത്. നമുക്ക് ഇന്നിപ്പോൾ കോടതി വിധി വരുമ്പോൾ CPMനോടുള്ള സ്വാഭാവികമായ ചോദ്യം, അങ്ങനെ വളരെ സുതാര്യമായിട്ടുള്ള ഒരു ഇടപാട് എങ്ങനെയാണ് നിർത്തിവെക്കണം, സംബന്ധിച്ച ഒരു കേസ് നിർത്തിവെക്കണമെന്ന ആവശ്യം വന്നപ്പോൾ കർണാടക ഹൈക്കോടതി അത് തള്ളിക്കളഞ്ഞത് എന്നുള്ളതല്ലേ? അപ്പോൾ അതിന്മേൽ എന്താണ് CPMന് പറയാനുള്ളത്? ഇന്ന് നേരത്തെ CP ജോൺ ഉദ്ധരിച്ചതുപോലെ MV ഗോവിന്ദ മാസ്റ്ററോട് ഇക്കാര്യം പറയുന്നു. പിണറായി വിജയൻ ഫാക്ടറായാൽ മാത്രമേ അക്കാര്യത്തിൽ പ്രതികരിക്കൂ എന്നുള്ളത്. നിങ്ങൾ ഈ വിഷയത്തിൻ്റെ ഉള്ളടക്കത്തിൽ ഇടപെട്ട പാർട്ടിയാണ്. ഏറ്റവും ആദരണീയനായ ബഹുമാനപ്പെട്ട CP ജോണ് ഇന്ന് പറഞ്ഞൊരു വാദം ശരിവെച്ചാൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ അഴിമതിക്കാരെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താ അദ്ദേഹത്തിൻ്റെ വാദം? ഒരു ഭരണത്തിലിരിക്കുന്ന ആളുകളുടെ നയത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ അഴിമതിയാണ്, ഭരണ നടപടിയെ ബാധിക്കുന്നുണ്ടെങ്കിൽ അഴിമതിയാണ്. ഈ രണ്ട് കാര്യങ്ങളും ചെയ്ത ആളുകളുടെ കൂടെയാണ് അദ്ദേഹം UDFൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നത്. അതിൽ മുസ്ലിം ലീഗിൻ്റെ അന്നത്തെ നേതാവായ മന്ത്രി ഉണ്ടല്ലോ, പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ കുഞ്ഞാലിക്കുട്ടി, പിന്നെ ശ്രീ രമേശ് ചെന്നിത്തല. എന്തായിരുന്നു അദ്ദേഹം പറയുന്ന നയം? കേരളത്തിൽ കരിമണൽ ഖനനം സ്വകാര്യ മേഖല പാടില്ല എന്നായിരുന്നു. ആ നയത്തിൽ UDF മാറ്റം വരുത്തി. ഞാനൊന്ന് പറയട്ടെ സഹ, ഞാൻ ഡിഫൻസ് അല്ല, അങ്ങ് പറഞ്ഞതാണ്. ഞാൻ പറയുന്നത്. ഞാനൊന്ന് പറയട്ടെ. അങ്ങ് ഇവിടെ പറഞ്ഞു ഒരു ഭരണ നടപടികളുടെ ഭാഗമായി നയപരമായി വ്യത്യാസം വരുത്തിയാൽ അഴിമതിയാണ്. ഞാൻ CP ജോണിൻ്റെ വാദത്തോട് യോജിച്ചു. അങ്ങ് പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്യാണ്. അതനുസരിച്ച് 2003 ആന്റണി സർക്കാർ ആദ്യമായിട്ട് സ്വകാര്യ മേഖലയെ ഖനനത്തിന് അനുമതി കൊടുത്തോടുകൂടി അങ്ങ് പറഞ്ഞ കുറ്റം ചെയ്തിരിക്കുന്നു. ആ ചെയ്തത് UDFൻ്റെ നേതാവായ ആന്റണി സർക്കാരിൻ്റെ കാലത്താണ്. അത് അങ്ങ് പറഞ്ഞാൽ ശരിവെച്ചു, അവിടെ കൊണ്ട് തീർന്നു. അതിന്റെ ഭാഗമായി ഞാൻ പറയട്ടെ സാർ ആ ഭരണ നടപടിയുടെ ഭാഗമായിട്ടാണ് UDF നിരവധി കാര്യങ്ങൾ ചെയ്തത്. നമ്മളിവിടെ അങ്ങോട്ട് ഞാനൊന്ന് പറയട്ടെ. അങ്ങ് പറഞ്ഞ ഞാൻ സംഭവിച്ചല്ലോ. അങ്ങ് പറഞ്ഞതാണ് എന്റെ വാദം. അങ്ങ് പറഞ്ഞ രണ്ട് വാക്കാണ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നയം, ഭരണം. അല്ല, സമ്മതിച്ചതുകൊണ്ട് എന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്. എന്റെ ഫ്ലോ കളയണ്ട, ഞാനൊന്ന് പറഞ്ഞു. പോരെ, ഇനി ഇടപെടണ്ട. അങ്ങ് പറഞ്ഞ അംഗീകരിച്ചു. അത് പറഞ്ഞോട്ടെ, ഇതൊന്ന് പറയട്ടെ. അംഗീകരിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. അങ്ങ് പറഞ്ഞ മാനദണ്ഡം നോക്കിയാൽ നയത്തിൽ ഇടപെട്ടത് UDF ആണോ LDF ആണോ? നയത്തിൽ ഇടപെട്ടത് പിണറായി വിജയനല്ല, ആന്റണി ഉമ്മൻചാണ്ടിയാണ്. അപ്പൊ ആന്റണി ഉമ്മൻചാണ്ടിയും UDFന്റെ നേതാക്കന്മാരും അടക്കമുള്ള ആളുകൾ ഈ കമ്പനിക്ക് വേണ്ടി നയപരമായി മാറ്റം വരുത്തിയെന്ന് അങ്ങ് സമ്മതിച്ചതോടുകൂടി എക്സാലോജിക്കല്ല കുറ്റവാളികൾ, UDF ആണ് കുറ്റവാളികൾ എന്ന് UDFന്റെ സെക്രട്ടറി സമ്മതിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതാണ് സത്യം. ഇനി രണ്ട് ഭരണ നടപടിയുടെ കാര്യത്തിലോ അങ്ങ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. LDF സർക്കാർ ഈ കരിമണൽ കമ്പനിക്ക് അനുകൂലമായി ഒരു ഉത്തരവിറക്കിയോ? ബഹുമാനപ്പെട്ട നികേഷ് കുമാർ പറഞ്ഞ വിജിലൻസ് കോടതിയുടെ ചോദ്യം അതായിരുന്നു, ഹൈക്കോടതിയുടെ ചോദ്യം അതായിരുന്നു, നാഗരേഷ് ജഡ്ജി ചോദിച്ച ചോദ്യം അതായിരുന്നു. പിണറായി വിജയൻ സർക്കാർ ഈ കമ്പനിക്ക് അനുകൂലമായി ഒരു ഉത്തരവിറക്കിയെങ്കിൽ ബഹുമാനപ്പെട്ട CP ജോൺ പറയുന്നിടത്ത് ഞങ്ങൾ തലകുനിച്ച് നിൽക്കും, കേരള സമൂഹത്തിന് മുന്നിൽ തലകുനിച്ച് നിൽക്കും. ഞങ്ങൾ തലയുയർത്താൻ കാരണം എന്താണ്? ആന്റണി സർക്കാരും ഉമ്മൻചാണ്ടി സർക്കാരും ചെയ്ത പോലെ ഈ കമ്പനിക്ക് വേണ്ടിയുള്ള ദാസ്യവേല ഞങ്ങൾ ചെയ്തില്ല. അതാണ് പോയിന്റ്. അടുത്ത പോയിന്റ് അങ്ങ് പറഞ്ഞ അതിനേക്കാൾ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ശരിയാണ്, KSIDCക്ക് പണം കൊടുത്തത് കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. അത് UDFന്റെ കാലത്താണ്, ഞങ്ങളുടെ കാലത്ത് കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ടോ ആ KSIDC പോയി പണം വാങ്ങിച്ചുകൊണ്ട് പോയതാരാ? അങ്ങയുടെ കൂടെ UDFന്റെ യോഗത്തിൽ പങ്കെടുക്കുന്ന ചെന്നിത്തല പണം കൊണ്ടുപോയത് സമ്മതിച്ചു. ചെന്നിത്തല മന്ത്രിയായിരുന്നു, അങ്ങയുടെ UDFന്റെ മന്ത്രിസഭ മന്ത്രിയായിരുന്നു. അപ്പൊ KSIDCക്ക് ഓഹരിയുള്ള ഒരു കമ്പനി പോയി ചെന്നിത്തല എന്ന് പറയുന്ന മന്ത്രി പണം വാങ്ങിച്ചത് സമ്മതിച്ചാൽ അഴിമതിയല്ലേ? അങ്ങയുടെ വാദമാണ് കേട്ടോ. മാത്രമല്ല 2019 അല്ല, 2013 മുതൽ ഉമ്മൻചാണ്ടി കോടിക്കണക്കിന് രൂപ കള്ളപ്പണമായി ഇവിടുന്ന് കടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാരാ പറഞ്ഞത്? നിങ്ങളെല്ലാം ആശ്രയിക്കുന്ന, അങ്ങ് പറഞ്ഞല്ലോ എക്സാലുദ്ദീനെ കുറിച്ച് മാത്രമേ ചർച്ചയ്ക്ക് വരുവുള്ളെന്ന്.
ആ എക്സാലോജിക് എന്ന് പറയുന്ന സാധനം എഴുതി വെച്ചതിന്റെ അങ്ങേയറ്റത്ത് കിടക്കുന്നത് പാരാവാരം പോലെ പരന്ന് കിടക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ കള്ളപ്പണത്തെക്കുറിച്ചും ചെന്നിത്തലയുടെ കള്ളപ്പണത്തെക്കുറിച്ചും UDF നേതാക്കന്മാർ വാങ്ങിയ പണത്തെക്കുറിച്ചും പത്രങ്ങളും അതുപോലെ തന്നെ ആരാധനാലയങ്ങളും വാങ്ങിയ പണത്തെക്കുറിച്ചുമാണ്. അപ്പൊ ചോദ്യം എന്താണ്? അങ്ങ് പറഞ്ഞ 3 മാനദണ്ഡങ്ങൾ: 1 ഭരണ നടപടി, 2 നയത്തിലെ ഇടപെടൽ, 3ാമത്തെ നടപടിൽ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഒരു മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി പണം കൊണ്ടുപോയി. ഞങ്ങൾ ആ പണം വാങ്ങിയവരാണെന്ന് UDF സമ്മതിച്ചിരിക്കുന്നു, ചെന്നിത്തല സമ്മതിച്ചിരിക്കുന്നു, UDFന്റെ മറ്റൊരു ഘടകകക്ഷിയായ ലീഗ് നേതാക്കന്മാർ സമ്മതിച്ചിരിക്കുന്നു. അപ്പോൾ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന കുറ്റത്തിൽ പെട്ടുപോകുന്ന നിങ്ങളാണോ ഞങ്ങളാണോ? ഞങ്ങളുടെ വാദം എന്താണ്? ഞങ്ങളുടെ വാദം പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞു. പിണറായി വിജയൻ പറഞ്ഞു ഞങ്ങളാരും അങ്ങനെ പൈസ വാങ്ങിക്കാൻ പോയിട്ടില്ല, ഒരു തെളിവും ഞങ്ങൾക്കെതിരെ ഉണ്ടാക്കാനാവില്ല. PV എന്ന് പറഞ്ഞാൽ ഞാനല്ല, അങ്ങോട്ട് കെട്ടുകഥ ഞങ്ങളുടെ പേര് നിൽക്കൂല, ഞങ്ങൾക്ക് ആ ശീലമില്ല. ഒന്ന് പിണറായി പറഞ്ഞു. നിങ്ങളെല്ലാം പിണറായി വിജയൻ പിണറായി വിജയൻ എന്നത് ഇതേ പിണറായി വിജയൻ തന്നെയാണെന്ന് സ്ഥാപിക്കുന്നുണ്ട്. ഇല്ലില്ല, ഒട്ടുമില്ല. പറഞ്ഞോട്ടെ, ലിങ്ക് ചെയ്യാൻ പറ്റാത്തതിന്റെ തെളിവ് ഞാൻ പറയാം. ലിങ്ക് ചെയ്യാൻ പറ്റാത്തതിന്റെ കാര്യം എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. ഒരു കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്നല്ല ഈ പൈസ പോയത്. ഒരു കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്നല്ല പൈസ പോയത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരാൾ വെള്ളക്കടലാസ PV പിണറായി വിജയൻ എഴുതി വെച്ചിരിക്കുക. അത് ഇവിടെ പറയേണ്ട കാര്യമില്ല, ഞങ്ങൾക്കത് ബാധകല്ല. അല്ലല്ല, അങ്ങനെ മാത്രമല്ല, ഞാൻ ആ വിഷയത്തിലേക്ക് ചുരുങ്ങുന്നില്ല. വിഷയത്തിലേക്ക് ദയവായി തുടരുക. അനിൽകുമാർ, ഞാൻ JR പത്മകുമാറിന്റെ CP ജോണിലേക്ക് കൂടെ വരാം. സമയമുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്. അനിൽകുമാർ, CP ജോൺ മറുപടി പറയാനുള്ള, എനിക്കറിയാം അങ്ങേക്ക് മറുപടി പറയാനുണ്ടെന്ന്. ഞാൻ അങ്ങനെയൊക്കെ പറയാം. JR പത്മകുമാറിനെ ഇതിൽ പങ്കെടുപ്പിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് എനിക്കൊരു ബാധ്യതയുണ്ട്. ഒരു വാക്കൂടെ പറയാൻ അനുവദിക്കണം. പൂർത്തിയാക്ക് വേഗം. ഒരു വാക്ക് പറയാൻ അനുവദിക്കുക. ഒറ്റ വാക്ക് മതി. ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ. വീണ വിജയനെ സംബന്ധിച്ച് അവർ കരാറുണ്ടാക്കിയിരിക്കുന്ന ആരുമായിട്ടാണ്? അത് CMRLന്റെ മാനേജിംഗ് ഡയറക്ടറുമായിട്ടാണ്. മറ്റേ CMRL മാനേജിംഗ് ഡയറക്ടർമാർ 2 ആളുകളോട് ഒപ്പിട്ടൊരു കരാറുണ്ട്. അത് പ്രകാരമാണ് 1,72,00,000 കൈമാറിയത്. അതിൽ ഒപ്പിട്ടയാൾ അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്നു, ഞങ്ങൾക്ക് സേവനം കിട്ടിയെന്ന്. നിങ്ങൾ ബൈപാർട്ടി കോൺട്രാക്ട് ഉണ്ടാക്കിയെങ്കിൽ കോൺട്രാക്ട് ഉണ്ടാക്കിയ ആരുമായിട്ടാണോ കോൺട്രാക്ട് ഉണ്ടാക്കി പണം തന്നത്, ആ പണം തന്നയാൾ അതൊക്കെ കോടതിയിൽ ബോധ്യപ്പെടുത്തേണ്ട വിഷയമായി വരികയാണ്. ഇപ്പോൾ ഈ പരസ്യ ചർച്ചയിൽ ഒരു സ്കോപ്പുമില്ല, കാരണം കോടതി അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞതുകൊണ്ട്. എന്റെ നേരത്തെ